കാലാറാം മന്ദിർ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കാലാറാം മന്ദിർ. പേഷ്വാ ഭരണകാലത്ത് മറാത്ത സാമ്രാജ്യത്തിലെ പ്രമുഖ പ്രഭുവായിരുന്ന സർദാർ രംഗറാവു ഒദേക്കർ ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഏകദേശം 12 വർഷത്തോളം സമയമെടുത്ത് 2000-ഓളം തൊഴിലാളികളുടെ സഹായത്തോടെയാണ് 1792 ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നാസിക്കിന് അടുത്തുള്ള രാംഷേജ് കുന്നുകളിൽ നിന്ന് കൊണ്ടുവന്ന മികച്ച ഗുണനിലവാരമുള്ള കറുത്ത ബസാൾട്ട് ശിലകൾ മാത്രമാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. 7-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിനും ഇടയിൽ രാഷ്ട്രകൂട രാജവംശത്തിൻ്റെ കാലത്ത് ഇവിടെയൊരു പുരാതന ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിൽക്കാലത്ത് വിദേശ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ ഗോദാവരി നദിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. പിന്നീട് 18-ാം നൂറ്റാണ്ടിലാണ് ഇപ്പോഴത്തെ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിലും ഈ ക്ഷേത്രത്തിന് വലിയ സ്ഥാനമുണ്ട്. 1930-ൽ ദളിത് ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ഡോക്ടർ BR അംബേദ്കർ ചരിത്രപ്രസിദ്ധമായ കാലാറാം മന്ദിർ സത്യാഗ്രഹം നയിച്ചത് ഈ ക്ഷേത്രത്തിന് മുന്നിലായിരുന്നു. ഹേമഡ് പന്തി വാസ്തുവിദ്യാശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ എന്നിവരുടെ വിഗ്രഹങ്ങൾ കറുത്ത കല്ലിൽ കൊത്തിയെടുത്തതാണ്. ശ്രീരാമൻ്റെ വിഗ്രഹം കറുത്ത നിറത്തിലായതുകൊണ്ടാണ് ക്ഷേത്രത്തിന് കാലാറാം അഥവാ കറുത്ത രാമൻ എന്ന പേര് ലഭിച്ചത്. ഇവിടുത്തെ ശ്രീരാമ വിഗ്രഹത്തിന് അമ്പും വില്ലും ഇല്ല എന്നത് ഒരു പ്രത്യേകത കൂടിയിട്ടാണ്. ക്ഷേത്രത്തിന് 4 ദിക്കുകളിലേക്കും 4 കവാടങ്ങളുണ്ട്. പ്രധാന ശ്രീകോവിലേക്ക് പ്രവേശിക്കുവാൻ 14 പടികൾ കയറണം. ഇത് ശ്രീരാമൻ്റെ 14 വർഷത്തെ വനവാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 84 തൂണുകൾ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുടെ പുനർജന്മചക്രത്തെ പ്രതിനിധീകരിക്കുന്നു. ഏതാണ്ട് 70 അടി ഉയരമുള്ള ക്ഷേത്ര ഗോപുരത്തിന് മുകളിലായി സ്വർണം പൂശിയ വലിയൊരു കലശവും നമുക്കിവിടെ കാണാം. ഐതിഹ്യമനുസരിച്ച് വനവാസകാലത്ത് 10-ാം വർഷത്തിന് ശേഷം ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഗോദാവരി നദിക്കരയിലുള്ള പവിത്രമായ പഞ്ചവടി കാടുകളിലാണ് താമസിച്ചിരുന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീരാമൻ താമസിച്ചിരുന്ന അതേ പുണ്യഭൂമിയിലാണ് എന്നാണ് പ്രധാന ഐതിഹ്യം. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയെന്ന് വിശ്വസിക്കപ്പെടുന്ന സീതാഗുഹ ഇതിന് അടുത്ത് തന്നെയാണ്, അതായത് പഞ്ചവടി. സർദാർ രംഗറാവു ഒദേക്കറിന് ഒരു രാത്രിയിൽ സ്വപ്ന ദർശനമുണ്ടായി. ഗോദാവരി നദിയിലെ രാംകുണ്ട് എന്ന ഘട്ടിൽ ശ്രീരാമൻ്റെ കറുത്ത വിഗ്രഹം മുങ്ങിക്കിടപ്പുണ്ടെന്നായിരുന്നു സ്വപ്നം. അടുത്ത ദിവസം അദ്ദേഹം നടത്തിയ തിരച്ചിലിൽ സ്വപ്നത്തിൽ കണ്ട അതേ സ്ഥലത്ത് നിന്ന് തന്നെ വിഗ്രഹങ്ങൾ ലഭിക്കുകയും അവ പുനഃപ്രതിഷ്ഠിച്ച് ഈ വലിയ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. ഇവിടെ വഴിപാടുകളായി അഭിഷേകവും അർച്ചനകളും ആരതികളും അന്നദാനവും ഒക്കെ നടക്കാറുണ്ട്. രാമനവമി ഉത്സവമാണ് പ്രധാന ഇവിടുത്തെ ഉത്സവമായി കണക്കാക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ സമയം രാവിലെ 5:30 മുതൽ രാത്രി 10 മണി വരെയാണ്. ക്ഷേത്രത്തിലെ വസ്ത്രധാരണ രീതിയിൽ ക്ഷേത്രങ്ങളായതുകൊണ്ട് തന്നെ മാന്യമായ വസ്ത്രധാരണ രീതി തന്നെ ഏവരും പിന്തുടരേണ്ടതുണ്ട്. സ്ലീവ്ലെസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇറുകിയതോ അല്ലെങ്കിൽ പകുതിയുള്ളതോ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും മാന്യമായ വസ്ത്രം ധരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. ഈ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും ഫോട്ടോഗ്രാഫിയും കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ നാസിക് നഗരത്തിലെ പഞ്ചവടി പ്രദേശത്താണ് ഈ ക്ഷേത്രമുള്ളത്. അതുകൊണ്ട് തന്നെ നാസിക് സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാത്രമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരമുള്ളത്. നാസിക് നഗരത്തിൽ നിന്ന് ടാക്സികളോ ഓട്ടോറിക്ഷകളൊക്കെ മൂലം ഇവിടേക്ക് വേഗം തന്നെ നമുക്ക് എത്താൻ സാധിക്കുന്നതാണ്. മുംബൈ, പൂനെ എന്നീ നഗരങ്ങളിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഏകദേശം 170 കിലോമീറ്ററുകളോളം ദൂരമുണ്ട്. റെയിൽ മാർഗമാണ് നോക്കുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുത്തെ ക്ഷേത്രത്തിൽ ഏകദേശം 10-12 കിലോമീറ്റർ ദൂരമാണുള്ളത്. വിമാനമാർഗമാണ് നോക്കുന്നതെങ്കിൽ ആഭ്യന്തര വിമാനത്താവളമായിട്ടുള്ളത് നാസിക് എയർപോർട്ടാണ്. വലിയ അന്താരാഷ്ട്ര വിമാനത്താവളമായിട്ട് കണക്കാക്കുന്നതാണെങ്കിൽ മുംബൈയും കൂടിയായിട്ടാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ റോഡ് മാർഗവും ഇവിടെ
ട്രെയിൻ മാർഗവുമൊക്കെ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. സാധനാപദത്തിനൊപ്പം നമ്മൾ അടുത്ത സന്ദർശിക്കുന്ന പ്രധാന ക്ഷേത്രം കാലാറാം മന്ദിറാണ്. പഞ്ചവടിയുടെയും ഗോദാവരി നദിയുടെയും ഒക്കെ അടുത്ത് കുംഭമേള സ്ഥാനത്തേക്ക് അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം വരുന്നത്. നമുക്ക് ഏവർക്കും ഈ ക്ഷേത്രം സന്ദർശിക്കാം. സ്വാഗതം.